ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ പൂച്ചട്ടിയെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് മണ്ണെല്ലാം നിറച്ചിട്ട് നമ്മൾ പൂച്ചെടി ആദ്യം കവറിലുണ്ട്. അതിനെ വേറെ ചട്ടിയിലേക്ക് നടാം. അല്ലപ്പോൾ മണ്ണെല്ലാം പുറത്ത് അവിടെ തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ പോയിട്ട് കൊണ്ടുവരാം. അല്ലപ്പോൾ നമ്മുടെ ഈ പൂച്ചെടികളെല്ലാം ഇങ്ങനെ ഒരു കവറിലാണ് ഉള്ളതിപ്പോൾ. അപ്പോൾ നമുക്കതിന് ബോക്സിൽ ഇതുപോലത്തെ പാട്ടിൽ നടണം. ഇവിടെ നോക്കിയതാ മുല്ലച്ചെടി ഇതെങ്ങനെ വന്നിട്ടുണ്ട് നോക്കി. അപ്പോൾ ഇതിപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ചുകൊണ്ട് ഇപ്പോൾ പൂവ് വിടുന്നുണ്ട്. അപ്പോൾ ഇത് സൂചി മല്ലിക എന്ന് ഇവിടെ പറയുമോ. അപ്പോൾ ഇത് നിറച്ചുണ്ടാവും, നല്ല മണവും. ഇത് വിരിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും. ഇങ്ങനെ ഇത് ഇത്ര വലിയ നീളത്തിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു തണ്ട് മരം എന്തെങ്കിലും നട്ട് കൊടുത്തെങ്കിൽ അതിൽ നല്ല പാങ്ങിൽ വരും. ഗുണ്ടുമല്ലിക ഗുണ്ടുമല്ലിക അവിടെ അങ്ങനെ പറയില്ല, ഗുണ്ടുമല്ലിക എന്ന്. അപ്പോൾ നിങ്ങളെ നാട്ടിലെല്ലാം എന്ത് പറയുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റിൽ അറിയിക്കണം. ഇതിലിപ്പോൾ മൊട്ടുണ്ടായോണ്ടുണ്ട്, നിറച്ചുണ്ട്. ഉള്ളിപ്പൂ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ളി നടുവല്ല, അങ്ങനത്തെ അല്ല. ഇത് വേറെ പോലത്തെ ഇത് ഉള്ളിൻ്റെ പോലെ ഉണ്ടാവും അതിൻ്റെ കായ്. അത് ഈ ഏപ്രിൽ മാസത്തിലെല്ലാം പൂക്കണത്. ഇത് നല്ല രസമുണ്ട് ഇത് കളറ്. അപ്പോൾ ഇതൊരു പൂച്ചെടി കണ്ടാൽ ഇങ്ങനെ കുരങ്ങ് പാല് പറയുന്നത്, കുരങ്ങിൻ്റെ പാല് മാതിരിയുള്ള പൂച്ചെടിയിലെ പൂവ്. ഇത് നല്ല നീളത്തിന് ഇങ്ങനെ നിറച്ചുണ്ട്. ചെറിയൊരു ചെടി നിറച്ചു പോകുന്നത്. അപ്പോൾ നമ്മളെ പൂച്ചെടി മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് ഓട്ട കുത്തി കൊടുക്കണം. ഇതിങ്ങനെ ഉണ്ട്, ഓട്ടയിൽ അടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാമൂലി ഇങ്ങനെ കിട്ടുന്നത് പുതിയത് മേടിക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഓട്ട ഇട്ടിട്ട് അതിലേക്ക് പൂച്ചെടി നടണം. അപ്പോൾ പൂച്ചെടിയെല്ലാം നടുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ മണ്ണ് കളയ്ക്കാൻ തോട്ടത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് മണ്ണ് എടുത്തിട്ട് വരാം നമുക്ക് ഫസ്റ്റ്. കറുത്ത മണ്ണ് നോക്കിയിട്ട് എടുക്കണം അല്ലേ. എന്താ ചെടിയിലെല്ലാം പൂവ് കണ്ടേ. ലെവലിക്ക് ഒരു ചാല് എന്നാണ് പറയുന്നത്, ചാല് കണക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിനൊരു ലൈന് ഇതിവിടെ ഇങ്ങോട്ടുണ്ടാവും. ആ പുല്ല് കുറച്ച് മാറ്റി ഇവിടെ. നല്ല പൊടി മണ്ണ്. ഇതിന് ഇത്ര മതി. ഈ ഒരു ഇതിന് ഡബ്ബിക്ക് ഇത്ര മതി. ഇനിയൊരു ഡബ്ബിക്ക് നിറയ്ക്കാം. പാട്ടിൽ നിറഞ്ഞിട്ടായി ഈ മണ്ണിനെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് വെക്കണം. വെച്ചിട്ടൊക്കെ നടന്നു. അപ്പം നമുക്ക് ഇന്ന് വേഗം ഇന്ന് തന്നെ നട്ടു നോക്കണം ഉണ്ടാവും അല്ലേ. മണ്ണിന് ഇതിലേക്ക് കൊടുക്കാം. മണ്ണ് കണ്ട എന്തിൻ്റെ ഒരു മുട്ട ഉണ്ടത്. അപ്പോൾ ഈ ഓട്ട ഉണ്ടല്ലേ, മണ്ണ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഓട്ട അങ്ങനെ അടഞ്ഞു പോകും. അതിന്
ഓടിൻ്റെ കഷ്ണം ഉണ്ടല്ലേ, ഓടിൻ്റെ കഷ്ണത്തിന് നമുക്ക് ഈ ഓട്ടയ്ക്ക് ശരിയായിട്ട് ഒരു 2 സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇറങ്ങി പോകുമെന്ന്, ഇല്ലെങ്കിൽ പോവും ചെടി. അത് എന്നിട്ട് ഇതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കും. ചപ്പും ചവറും ഇതൊന്നും വേണ്ട, നല്ല പൊടി പൊടിയാക്കിയിട്ട് നിറച്ചു. ഗംഗപ്പുസു ഇത് നോക്ക്, ഗോലിൻ്റെ മാതിരി കിടക്കുന്നത്. ഇതാ ചെറിയ കുഞ്ഞ്, ഇതിന് നമുക്ക് അങ്ങോട്ട് ചാടാം. ഇതാ ആ മുട്ട പറഞ്ഞല്ലോ ഞാൻ, അതിൻ്റെ ഉള്ളിൽ ഇതാ ഉസു. അത് ഇതിനെ നമുക്ക് ഈ കവറിന്ന് എടുക്കാം. അപ്പോൾ റോസ് ചെടിക്ക് നമ്മൾ മുട്ടേൻ്റെ തോടും ഉള്ളീൻ്റെ ഇത് തോലെല്ലാം ഇട്ട് കൊടുത്തെങ്കിൽ അങ്ങനെ വരൂ. കവറിൻ്റെ തന്നെ ഉണ്ടല്ലേ. ഇത് കുറച്ച് പൊട്ടിച്ചെടുക്കണം, ഇതിങ്ങനെ വിടാൻ പറ്റാം. ഇത്ര വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി ഇതിന് മണ്ണിട്ടണം. നമ്മളെ ഇതിൽ പൂവാവില്ല, കാർഡ് റോസിന് ഇതൊക്കെ കസി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കട്ടാക്കി കളയത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പാങ്ങിൽ വെക്കും. ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തെങ്കിൽ ഇതവിടെ സെറ്റാവും. മണ്ണിട്ട് കൊടുത്താൽ ഇതും ഫിനിഷ്. മുട്ടേൻ്റെ തോടെല്ലാം ഇട്ട് കൊടുത്തത് ഇത്. ഇതാ മുട്ടേൻ്റെ തോടെല്ലാം ഇതാ ഗബ്ബരായിട്ടുണ്ട്. ഇനി ഇതിന് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ പൂച്ചെടിയെല്ലാം ചട്ടിയിലായി. ഇനി ചട്ടീനെ എടുത്തിട്ട് മാമൂലിയുള്ള സ്ഥലത്തേക്ക് വെക്കും. അത്ര ഉണങ്ങിപ്പോയിതാ, അതിനങ്ങനെ വെച്ചിട്ടുണ്ട്. ചെറുങ്ങനെ ചിഗിരി വരുന്നുണ്ട്. ഇതാ അതിന് അങ്ങനെ വെച്ചതിന് നല്ലൊരു പൂച്ചെടി ആയിരുന്നത്, അത് പോയി. അപ്പോൾ ഇത് മെനങ്ങാൻ അങ്ങനെ ഇതുപോലെ ചട്ടിയിലാക്കിയത് പൂവായിട്ടുണ്ട്. ഇതിനോട് വെക്കും. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം ചെറുതായിട്ട് ബോട്ടലിൽ ഓട്ടയാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ണ് ഇട്ടതല്ലേ, അല്ലെങ്കിൽ അത് ഇങ്ങനെ മണ്ണെല്ലാം ഇളകി പോകും. തോട്ടത്തിലെ മണ്ണാകുമ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ പൂച്ചെടീൻ്റെ പണി റെഡിയായി. അപ്പോൾ നല്ല കളർ ചട്ടി അല്ലേ, അതേപോലെ ഇനി 2-3 ചട്ടി മേടിക്കാനുണ്ട്. കുറച്ചും കൂടി പൂച്ചെടി നമുക്ക് നടണം.
പൂച്ചെടിയിലെല്ലാം മൊട്ട് വരുന്നുണ്ട് പുതിയതായിട്ട്. അപ്പോൾ ഒരു വലിയ ചട്ടിയിലാകുമ്പോൾ നല്ലതായി അല്ലേ, ഇതിന് ഇപ്പോൾ വേരെല്ലാം ഇറങ്ങാനും നല്ലതായി. അങ്ങനെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ. ബൈ.